മുനമ്പം മനുഷ്യക്കടത്ത് മുനമ്പം തുറമുഖം രഹസ്യാന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിൽ വിദേശ നുഴഞ്ഞുകയറ്റം നടന്നു എന്നതുൾപ്പെടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നു. നിരവധി ബാഗുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതാണ് നുഴഞ്ഞുകയറ്റ സാധ്യത അന്വേഷിക്കാൻ കാരണമായത്. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലെ ലോഡ്ജുകൾ ഉൾപ്പെടെയുള്ള താമസ സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന ശക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, കേരള പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ദില്ലിയിലേക്ക് പോകുന്നു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ജോർജറ്റ്, ഈ മുനമ്പം തീരത്ത് നിന്ന് ഇക്കഴിഞ്ഞ 12-നാണ് ഒരു സംഘം തീരം വിട്ടതായുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. ഇതേ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തി. ഇതിന്റെ ഭാഗമായി മുനമ്പം തുറമുഖത്തിന് സമീപത്ത് നിന്ന് ഒഴിഞ്ഞ ഒരു പറമ്പിൽ നിരവധി ബാഗുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയുണ്ടായി. ഇതിന് തൊട്ടടുത്ത ദിവസം തന്നെ കൊടുങ്ങല്ലൂരിൽ നിന്നും ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ബാഗുകൾ കണ്ടെത്തി. അതിൽ വിവിധ രേഖകൾ, ഭക്ഷണ സാധനങ്ങൾ അടക്കമുള്ളവ ആ ബാഗുകളിൽ ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഒരു സംഘം മനുഷ്യക്കടത്തിന്റെ ഭാഗമായി ഓസ്ട്രേലിയയിലേക്ക് കടന്നതാണോ എന്ന സൂചന പോലീസിന് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നു. ഒപ്പം തന്നെ രഹസ്യാന്വേഷണ ഏജൻസിയും ഈ മുനമ്പം തുറമുഖത്ത് നിരീക്ഷണം നടത്തുകയാണ്. വിദേശ നുഴഞ്ഞുകയറ്റ സാധ്യതയാണ് ഇവർ പരിശോധിക്കുന്നത്. കാരണം ഈ ബാഗുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതാണ് അത്തരത്തിലൊരു സാധ്യത കൂടി പരിശോധിക്കുന്നത്. കാരണം നിരവധി രേഖകളും ഇത്തരത്തിൽ ദീർഘദൂര യാത്രയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇങ്ങനെ ഉപേക്ഷിച്ചു പോകുമോ എന്നുള്ളൊരു സംശയമാണ് ഈ നുഴഞ്ഞുകയറ്റ സാധ്യതയും പരിശോധിക്കുന്നത്. ഇത്തരത്തിൽ ഇവിടെ എത്തിയവർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഹോം സ്റ്റേകളിലും ലോഡ്ജുകളിലും മറ്റും താമസിച്ചു വരികയാണോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. 80ഓളം പേർ സംസ്ഥാനത്ത് എത്തി എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. അതിൽ ഏകദേശം 10ഓളം പേർ ആണ് ബോട്ടിൽ കയറിയത് എന്നും പോലീസിന് സ്ഥിരീകരിക്കാത്ത വിവരം ഉണ്ട്. ഈ രേഖകളിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുള്ള അഭയാർത്ഥികളിൽ ചിലരുണ്ടോ എന്നുള്ളതും പോലീസ് സംശയിക്കുന്നുണ്ട്. കാരണം അത്തരത്തിലൊരു ബാഗിൽ നിന്നും കിട്ടിയ രേഖകളിൽ സിംഹള ഭാഷയിൽ എഴുതിയ ഒരു ജനന സർട്ടിഫിക്കറ്റ് പോലീസിന് ലഭിച്ചിരുന്നു. അതാണ് അത്തരത്തിലൊരു സംശയം വർദ്ധിക്കാൻ കാരണമായത്. ഒപ്പം തന്നെ ഈ തീരസംരക്ഷണ സേനയുടെയും നാവികസേനയുടെയും സഹായത്തോടെ കടലിൽ വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. ദേവമാത എന്ന ബോട്ടിലാണ് ഇവിടെ നിന്ന് സംഘം പോയത്. ആ ബോട്ട് കണ്ടെത്താനായുള്ള പരിശോധന തുടരുകയാണ്. ഈ കടന്നുപോയവരിൽ ചിലരുടെ ഉപേക്ഷിക്കപ്പെട്ട ബാഗുകളിൽ ഇവരുടെ മേൽവിലാസം ഡൽഹി കേന്ദ്രീകരിച്ചുള്ള മേൽവിലാസമാണ് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഡൽഹിയിലേക്ക് പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ സംഘം തന്നെ വിപുലീകരിച്ചിട്ടുണ്ട്. അഡീഷണൽ SP MJ സോജന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. 16-അംഗ സംഘമാണ് രൂപീകരിച്ചിട്ടുള്ളത്. ഇതിലൊരു സംഘമാണ് ഡൽഹിയിലേക്ക് പോയിരിക്കുന്നത്. ആ സംഘം ഡൽഹിയിൽ എത്തി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇവരുടെ ഈ വിലാസം സംബന്ധിച്ച പരിശോധന പോലീസ് നടത്തും. ഡൽഹി കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഒരു മനുഷ്യക്കടത്ത് റാക്കറ്റ് പ്രവർത്തിക്കുന്നതായുള്ള സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലയിലേക്ക് വലിയ ഒരു റാക്കറ്റ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന സംശയം പോലീസിനുള്ളത് കൊണ്ട് തന്നെ ആ നിലയിലുള്ള അന്വേഷണമായിരിക്കും ഇനി പുരോഗമിക്കുക. സംശയമുള്ള ഇടങ്ങളിലെല്ലാം തന്നെ പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇവിടെ ആരെങ്കിലും വിദേശ നുഴഞ്ഞുകയറ്റം ഉണ്ടായിട്ടുണ്ടോ, പ്രത്യേകിച്ച് ശ്രീലങ്കയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അടക്കമുള്ളവർ കടൽ മാർഗം ഈ തീരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ജില്ലയിൽ എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ലോഡ്ജിലും ഹോം സ്റ്റേകളിലും എല്ലാം തന്നെ പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഏറി വരികയാണ്. ഏതാനും തെളിവുകൾ മാത്രമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 80 പേരിൽ പകുതിയോളം പേർ മാത്രമാണ് കടന്നുപോയിട്ടുള്ളത്. ബാക്കിയുള്ളവർ ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകുമെങ്കിൽ അവരെ കണ്ടെത്തുകയാണെങ്കിൽ അന്വേഷണം വളരെ എളുപ്പത്തിലാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. ഏതായാലും MJ സോജന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം വളരെ കാര്യക്ഷമമായി തന്നെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതെ, ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ദുരൂഹതകൾ തുടരുകയാണ്. പോലീസ് മനുഷ്യക്കടത്ത് എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് തന്നെയാണോ എത്തിച്ചേർന്നിരിക്കുന്നത്? ഒപ്പം തന്നെ കടലിൽ സഞ്ചരിക്കുന്നവരെ അന്വേഷിക്കുന്നുണ്ട്, കടലിൽ പരിശോധനകൾ തുടരുന്നുണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇത്തരം അന്വേഷണങ്ങൾ ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത്? മനുഷ്യക്കടത്ത് തന്നെ എന്ന നിലയിൽ തന്നെയാണോ പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്? ജോർജറ്റ്, എല്ലാ സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മനുഷ്യക്കടത്തും ഒപ്പം തന്നെ വിദേശത്തു നിന്ന് ആരെങ്കിലും ഇവിടേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ടോ, ഈ രണ്ടും സമാന്തരമായി തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്.
ഇവിടെ നിന്ന് തീരം വിട്ട ബോട്ട് കണ്ടെത്താനായി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നാവികസേനയുടെയും തീരസംരക്ഷണ സേനയുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ 2 ദിവസമായി കടലിൽ തിരച്ചിൽ തുടരുകയാണ്. നിരവധി മത്സ്യബന്ധന ബോട്ടുകൾ കടലിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ബോട്ടിനെ കണ്ടെത്തുക എന്നുള്ളത് ഏറെ പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ടും ആ ബോട്ടിനെ കുറിച്ച് വിവരം ഇതുവരെ ലഭ്യമായിട്ടില്ല. ഏതായാലും ഇവിടെ നിന്ന് ബോട്ട് പോയിട്ട് 3 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഓസ്ട്രേലിയ ലക്ഷ്യം വെച്ചാണ് ഈ ബോട്ട് പോകുന്നതെങ്കിൽ 27 മുതൽ 30 ദിവസം വരെ വേണ്ടിവരും അവിടെ എത്താൻ എന്നുള്ളതാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം വലിയ രീതിയിൽ തന്നെ വ്യാപിപ്പിക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കടലിൽ പരിശോധന കൂടുതൽ കാര്യക്ഷമമായി കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി പരിശോധന ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്, ഹോം സ്റ്റേകളിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ അത് ഈ അന്വേഷണത്തിൽ വളരെ നിർണായകമാകും എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഇത്തരത്തിൽ വൺ റാക്കറ്റാണ്, ഡൽഹി കേന്ദ്രീകരിച്ചുള്ള വൺ റാക്കറ്റാണ് ഈ മനുഷ്യക്കടത്തിന് പിന്നിലെങ്കിൽ അന്വേഷണം വീണ്ടും സങ്കീർണമാകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെയാണ് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചിരിക്കുന്നത്. ഈ എം ജെ സോജന്റെ നേതൃത്വത്തിലുള്ള 16-അംഗ സംഘം വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഡൽഹിയിലേക്കും സംസ്ഥാനത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും എല്ലാം തന്നെ പരിശോധനകൾ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. സംശയമുള്ളവരെ എല്ലാം തന്നെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ എന്തെങ്കിലും ശേഖരിക്കാൻ കഴിയുമോ എന്ന തീവ്ര ശ്രമവും അന്വേഷണ സംഘം നടത്തി വരികയാണ്. ചോദിച്ചിട്ട് ഇതിൽ ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഈ സംഘത്തിലുള്ള ആളുകളെ തിരിച്ചറിയാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? അതിനൊപ്പം തന്നെ നിരവധി ആളുകളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ ഉപേക്ഷിക്കപ്പെട്ട ബാഗിൽ നിന്ന് ലഭ്യമായ രേഖകൾക്കപ്പുറം ഏതെങ്കിലും നിർണായകമായ അന്വേഷണത്തിന് സഹായകരമാകുന്ന തരത്തിലുള്ള ഏതെങ്കിലും വിധത്തിലുള്ള മൊഴികൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? ജോർജറ്റ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഇവർ താമസിച്ചു എന്ന് പറയപ്പെടുന്ന ഹോം സ്റ്റേകളിലെത്തി അവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചിട്ടുണ്ട്. അവിടുത്തെ ജീവനക്കാരുടെ മൊഴി എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇവർ പോകുന്നതിന് മുമ്പ് പെട്രോൾ ബങ്കിൽ കയറി 12,000 ലിറ്റർ പെട്രോളാണ് ഇവർ ശേഖരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പെട്രോൾ പമ്പ് അടക്കമുള്ള അവിടുത്തെ ജീവനക്കാരടക്കമുള്ളവരുടെ മൊഴി പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട്. ദൃക്സാക്ഷികൾ എന്ന നിലയിൽ ഇവർ പോകുന്നത് കണ്ടവരെ എല്ലാം തന്നെ പോലീസ് അവരെ വിളിച്ചു വരുത്തി അവരോട് വിവരങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ പോകുന്നവരിൽ പലരും ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ് ഭാഷകളാണ് സംസാരിക്കുന്നത് എന്നും പലരും പറഞ്ഞ് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ്, അവരുടെ കൃത്യമായ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇനിയും കണ്ടെത്താൻ സമയമെടുക്കും. ഇവരുടെ ബാഗുകളിൽ നിന്ന് പല ബാഗുകളും ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഉപേക്ഷിക്കപ്പെട്ട ബാഗിന്റെ ഉടമകൾ തന്നെയാണോ ബോട്ടിലുള്ളത് എന്നതും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പോലീസിന്റെ കൈവശമുള്ളത് ആ ബാഗിൽ നിന്ന് കണ്ടെത്തിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുമ്പോൾ അത് ഡൽഹിയിൽ നിന്നുള്ള ആളുകളാണ് പലരും എന്നുള്ളത് പോലീസിന് മനസ്സിലാകുന്നു. ഒപ്പം സിംഹള ഭാഷയിൽ നിന്നുള്ള ജനന സർട്ടിഫിക്കറ്റ് കണ്ടെത്തുന്നു. അതുകൊണ്ട് തന്നെ പല സാധ്യതകൾ പോലീസിന്റെ മുൻപിൽ എത്തുകയാണ്. ഒരുപക്ഷെ ശ്രീലങ്കയിൽ നിന്നും മറ്റും ബംഗ്ലാദേശിൽ നിന്നും അടക്കമുള്ളവർ അഭയാർത്ഥികൾ കടൽ മാർഗം കേരളത്തിലെത്തുകയും വിവിധ സ്ഥലങ്ങളിൽ താമസിക്കുകയും പിന്നീട് ഇവിടെ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കടക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് ഒരു സംശയം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ മുനമ്പം തീരം തെരഞ്ഞെടുത്തു തുടങ്ങി നിരവധി ചോദ്യങ്ങൾ പോലീസിന് മുൻപാകെ ഉണ്ട്. ഒപ്പം ഈ സംഘത്തിലുള്ളത് പല കുടുംബങ്ങളിൽപ്പെട്ടവരാണ്. ഏകദേശം 13 കുടുംബങ്ങളിലായി 50ഓളം പേർ ഈ സംഘത്തിലുണ്ട് എന്നുള്ളതാണ് കരുതുന്നത്. ഇതിൽ സ്ത്രീകളും കൈക്കുഞ്ഞുങ്ങൾ അടക്കമുള്ളവർ ഈ സംഘത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആ തരത്തിലുള്ള ഗ്രൂപ്പുകൾ ആണ് എന്നുള്ള സാധ്യത പോലീസ് തള്ളിക്കളഞ്ഞിരിക്കുന്നു. കാരണം ഒരു കുടുംബം ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ബോട്ടിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ നിലയിലുള്ള അന്വേഷണവും ഇനി കൂടുതൽ കാര്യക്ഷമമായി നടക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് പോലീസ് ശ്രമിക്കുന്നത്. അതായത് ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ മനുഷ്യക്കടത്താണെങ്കിൽ അതിന് പിന്നിൽ വലിയ റാക്കറ്റ് ഉണ്ട്. അത് കേന്ദ്രീകരിച്ചാണ്, ഈ റാക്കറ്റുകളെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ ഇപ്പോൾ അന്വേഷണം നീങ്ങുന്നത്. ഒപ്പം തന്നെ അഭയാർത്ഥികൾ, ശ്രീലങ്കയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള അഭയാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. അതിനപ്പുറം ഈ സംഘത്തിൽ മലയാളികൾ ഉണ്ടോ, അല്ലെങ്കിൽ മലയാളികളുടെ സഹായങ്ങൾ ഈ സംഘത്തിന് ലഭ്യമായി എന്നതുണ്ടോ? ഇത് സംബന്ധിച്ച സൂചനകൾ പോലീസിന് ലഭ്യമാണോ? ജോർജറ്റ്, നിലവിൽ ഈ സംഘത്തിൽ മലയാളികൾ ആരും ഉള്ളതായി നിലവിൽ വിവരമില്ല. എങ്കിലും പോലീസ് അത് അന്വേഷിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള വലിയ റാക്കറ്റാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെങ്കിൽ അവർക്ക് ഈ കേരളത്തിലും ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ, കണ്ണികൾ ഉണ്ടാകാം എന്നുള്ളത് പോലീസ് അത്തരത്തിൽ സംശയിക്കുന്നുണ്ട്. കാരണം ഇവിടെയുള്ള ആരുടെയെങ്കിലും പ്രാദേശിക സഹായമില്ലാതെ ഇത്തരത്തിൽ തീരത്ത് നിന്ന് കടന്നു പോകാൻ കഴിയുമോ എന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആ നിലയിൽ ഒരുപക്ഷെ മലയാളികൾ കൂടി ഈ മനുഷ്യക്കടത്തിന്റെ ഭാഗമായി ഉൾപ്പെട്ടിട്ടുണ്ടാകാം
എന്നും പോലീസ് സംശയിക്കുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടവരുടെ കൂടുതൽ മൊഴികളാണ് ശേഖരിക്കേണ്ടത്, തെളിവുകളാണ് ഇനി പോലീസിന് ലഭിക്കേണ്ടത്. അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. അന്വേഷണ സംഘത്തിലെ ചിലർ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. അവിടെ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട ഏജൻസികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി വരികയാണ്. ഈ മേൽവിലാസം കണ്ടെത്തി അവിടെ അവരുടെ വീടുകളിൽ ചെന്ന് അവരുമായി സംസാരിക്കുന്നതടക്കമുള്ള നടപടികളിലേക്കാണ് പോലീസ് കടക്കാൻ ശ്രമിക്കുന്നത്. മുൻപം മനുഷ്യക്കടത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. പോലീസ് സംഘം ദില്ലിയിലേക്ക് തിരിച്ചിരിക്കുന്നു. SP സോജന്റെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. വിവരങ്ങളാണ് ഉമേഷ് കൊച്ചിയിൽ നിന്ന് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ശബരിമലയിൽ ദർശനം നടത്തിയ കനകദുർഗയെ ഭർത്താവിന്റെ വീട്ടുകാർ മർദ്ദിച്ചതായി പരാതി. പെരിന്തൽമണ്ണയിലെ ഭർത്തൃ വീട്ടിൽ എത്തിയപ്പോഴാണ് സംഭവം. കനകദുർഗയെ പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി KT സ്വാലിക് ചേരുന്നു. സ്വാലിക്, കനകദുർഗയെ ഭർത്തൃ വീട്ടുകാർ മർദ്ദിച്ചു എന്നാണ് പരാതി. പോലീസ് കേസെടുത്തിട്ടുണ്ടോ? എന്താണ് സംഭവം? ജോർജറ്റ്, ഇന്ന് രാവിലെയോടെയാണ് കനകദുർഗ ശബരിമല ദർശനം നടത്തിയതിനെല്ലാം ശേഷം ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. മലപ്പുറം അങ്ങാടിപ്പുറത്തുള്ള അവരുടെ ഭർത്താവിന്റെ വീട്ടിലേക്കാണ് ഇന്നവർ തിരിച്ചെത്തിയത്. ഭർത്തൃ വീട്ടുകാർ ഇവരെ മർദ്ദിച്ചുവെന്നാണ് പരാതി. ഇന്ന് രാവിലെ വീട്ടിലെത്തുമ്പോൾ ഭർത്താവിന്റെ മാതാവ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ പട്ടികയെടുത്ത് തലക്കടിച്ചു എന്നാണ് പറയുന്നത്. തുടർന്ന് കനകദുർഗ പോലീസിനെ വിളിക്കുകയായിരുന്നു. പോലീസ് എത്തിയതിനു ശേഷം ഇവരെ പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പ്രാഥമിക ചികിത്സകൾ നൽകി പോലീസ് കേസെടുത്തിട്ടുണ്ട്. പരിക്കുകൾ സാരമല്ല, കാര്യമായ പരിക്കുകൾ ഇല്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ഏതായാലും ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജോർജറ്റ്, ഈ ശബരിമലയിൽ ദർശനം നടത്തിയതിന്റെ പേരിലാണോ അതോ അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? എന്താണ് ഈ മർദ്ദനത്തിന് പിന്നിൽ? പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതുതന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഇവർ വീട്ടിൽ നിന്ന് ആദ്യം ശബരിമല ദർശനം നടത്താൻ ആദ്യമായി ശ്രമം നടത്തിയതിനു ശേഷം തന്നെ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇവർക്കെതിരെ ഭർത്താവിന്റെ വീട്ടുകാർ വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു. ഇവരും വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നാട്ടിൽ തന്നെ വലിയ പ്രശ്നങ്ങളാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുമായി ഒരു ബന്ധവുമില്ല, ബന്ധം ഉപേക്ഷിക്കുകയാണ് എന്ന തരത്തിൽ വരെ ഇവർ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ ഇന്ന് രാവിലെ അവർ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഒരു മർദ്ദനം നടന്നിരിക്കുന്നത്. സ്വാഭാവികമായും ശബരിമല ദർശനം നടത്തിയതിന്റെ പേരിൽ തന്നെയാണ് മർദ്ദനമെന്നാണ് പോലീസും കരുതുന്നത്. പോലീസ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തി വരികയാണ്. വ്യക്തമാണ്. ശബരിമലയിൽ ദർശനം നടത്തിയ കനകദുർഗയ്ക്ക് ഭർത്തൃ വീട്ടുകാരുടെ മർദ്ദനം. പെരിന്തൽമണ്ണ ആശുപത്രിയിലാണ് ഇപ്പോൾ കനകദുർഗ. സ്വാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. തിരികെ എത്താം, ഇടവേള. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്വദേശ് ദർശൻ പദ്ധതിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വൈകുന്നേരം 4-ന് തിരുവനന്തപുരം എയർഫോഴ്സ് വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രിയെ ഗവർണർ, മുഖ്യമന്ത്രി എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും. തുടർന്ന് ഹെലികോപ്റ്ററിൽ കൊല്ലത്തേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി ആശ്രാമം മൈതാനത്ത് വെച്ച് കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കന്റോൺമെന്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുപരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. കൊല്ലത്തു നിന്നും 7 മണിക്ക് തിരുവനന്തപുരത്തെത്തുന്ന മുഖ്യമന്ത്രി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്വദേശി ദർശൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം ദില്ലിയിലേക്ക് മടങ്ങും. പ്രധാനമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷാ ഒരുക്കങ്ങൾ വിലയിരുത്തി. ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ S. സുരേന്ദ്രൻ പീപ്പിളിനോട് പറഞ്ഞു. ഭക്തർക്ക് വലിയ ഒരു തരത്തിലും ഒരു ദോഷം വരാത്ത രീതിയിൽ അവരുടെ സ്വാഭാവികമായിട്ടുള്ള ദർശനത്തിന് കുഴപ്പം വരാത്ത രീതിയിലാണ്. പ്രധാനമന്ത്രിക്ക് സഞ്ചരിക്കാനുള്ള ബുള്ളറ്റ് പ്രൂഫ് വാഹനം SPG തലസ്ഥാനത്തെത്തിച്ചു. വാഹനവ്യൂഹം കടന്നുപോകുന്നതിന്റെ ട്രയൽ റൺ പൂർത്തിയായി. ADGPമാരായ അനിൽകാന്ത്, TK വിനോദ് കുമാർ, മനോജ് എബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ വിലയിരുത്തി. വൈകിട്ട് 6 മണി മുതൽ എയർപോർട്ട് മുതൽ പത്മനാഭസ്വാമി ക്ഷേത്രം വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊല്ലം ബൈപ്പാസ് കടന്നുപോകുന്ന മണ്ഡലത്തിലെ 2 MLAമാരെയും നഗരപിതാവിനെയും ബൈപ്പാസ് ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് ഒഴിവാക്കി. തിരുവനന്തപുരത്തെ നേമം MLA O. രാജഗോപാലിനെയും രാജ്യസഭാ MPമാരായ സുരേഷ് ഗോപിയെയും V. മുരളീധരനെയും ഉൾപ്പെടുത്തി BJPയുടെ രാഷ്ട്രീയ കളി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമെന്ന് CPIM ആരോപിച്ചു. സംസ്ഥാന സർക്കാർ നൽകിയ പട്ടികയാണ് BJP നേതാക്കളെ ഉൾപ്പെടുത്താനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് വെട്ടിനിർത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങാണ് BJP പരിപാടിയാക്കി മാറ്റിയത്.
ഗവർണർ ജസ്റ്റിസ് പി സദാശിവം, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ടൂറിസം സഹമന്ത്രി അൽഫോൺസ് കണ്ണന്താനം, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ, ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ, വനം വകുപ്പ് മന്ത്രി കെ രാജു, എംപിമാരായ എൻ കെ പ്രേമചന്ദ്രൻ, കെ സോമപ്രസാദ്, സുരേഷ് ഗോപി, ബി മുരളീധരൻ, എംഎൽഎമാരായ എം മുകേഷ്, ഒ രാജഗോപാൽ എന്നിവരാണ് ലിസ്റ്റിൽ ഇടം നേടിയത്. എന്നാൽ ബൈപ്പാസ് കടന്നുപോകുന്ന മണ്ഡലങ്ങളിലെ എംഎൽഎമാരായ നൌഷാദിനെയും ചവറ വിജയൻപിള്ളയെയും കൊല്ലം നഗരപിതാവ് രാജേന്ദ്രബാബുവിനെയും എന്തിന് ഒഴിവാക്കിയെന്ന് വ്യക്തമല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ പട്ടികയിൽ ഒഴിവാക്കപ്പെട്ട ഇവർ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി, ബി മുരളീധരൻ എന്നീ എംപിമാരെയും ഒ രാജഗോപാലിനെയും എന്തിനു ഉൾപ്പെടുത്തിയെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് എംഎൽഎമാരെ ഒഴിവാക്കിയതെന്ന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ ആരോപിച്ചു. നാളെ വൈകുന്നേരം കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നിർവഹിക്കുകയാണ്. ഇരവിപുരം, കൊല്ലം, ചവറ മണ്ഡലങ്ങളിൽ കൂടി കടന്നുപോകുന്ന ബൈപ്പാസിന്റെ ഉദ്ഘാടന പരിപാടിയിൽ 3 മണ്ഡലങ്ങളിലെ MLAമാരെയും കൊല്ലം മേയറെയും ഉൾപ്പെടുത്തിയാണ് പരിപാടി നിശ്ചയിച്ച് പ്രോഗ്രാം നോട്ടീസ് പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ഇന്ന് വൈകുന്നേരം ഇരവിപുരം, ചവറ മണ്ഡലങ്ങളിലെ MLAമാരെയും കൊല്ലം മേയറെയും ഒഴിവാക്കുകയും BJPയുടെ നേതാവായിട്ടുള്ള ഒ രാജഗോപാലിനെ പ്രത്യേകമായി ഉൾപ്പെടുത്തുകയും ചെയ്തതിൽ CPIM കൊല്ലം ജില്ലാ കമ്മിറ്റി ശക്തിയായി പ്രതിഷേധിക്കുന്നു. കൊല്ലത്തിൻ്റെ പൊൻതൂവലായി മാറുന്ന ബൈപ്പാസ് നിർമ്മാണ ഉദ്ഘാടന പരിപാടിയിൽ എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നാളെ കൃത്യം 3:30 മണിക്ക് തന്നെ ആശ്രാമം മൈതാനത്ത് എത്തിച്ചേരേണ്ടത്. അർഹതയുള്ള MLAമാരെ നീക്കി ബൈപ്പാസ് ഉദ്ഘാടന വേദി BJP പരിപാടിയാക്കിയതിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഗതാഗതത്തിന് തയ്യാറായ കൊല്ലം ബൈപ്പാസ് മന്ത്രിമാരായ ജി സുധാകരനും ജെ മേഴ്സിക്കുട്ടിയമ്മയും സന്ദർശിച്ചു. ടോൾ പിരിവിൽ വിഹിതം വേണ്ടെന്ന സംസ്ഥാന സർക്കാർ നിലപാട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ രേഖാമൂലം അറിയിക്കുമെന്ന് മന്ത്രി സുധാകരൻ പറഞ്ഞു. ബൈപ്പാസിൽ പ്രേമചന്ദ്രന്റെ പങ്ക് വിവാദം മാത്രമായിരുന്നുവെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. കല്ലന്താഴ് മുതൽ കാവനാട് വരെ നീളുന്ന 13 കിലോമീറ്റർ ബൈപ്പാസിന്റെ നിർമ്മാണം 75% പൂർത്തിയായത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ്. യുദ്ധകാലാടിസ്ഥാനത്തിലായിരുന്നു നിർമ്മാണം. കേന്ദ്രവും സംസ്ഥാനവും തുല്യമായാണ് നിർമ്മാണ ചെലവ് വഹിച്ചത്. അതേസമയം ജനങ്ങളെ ദ്രോഹിക്കരുതെന്ന നിലപാട് ഉയർത്തിപ്പിടിച്ച് ബൈപ്പാസ് ടോൾ വിഹിതം സംസ്ഥാനം വേണ്ടെന്ന് വെച്ചതായി മന്ത്രി സുധാകരൻ പറഞ്ഞു. 20 വർഷം കൊണ്ടോ അല്ലെങ്കിൽ എത്ര വേഗമാണോ അത് കിട്ടുന്നത് അതുവരെയാണ് ടോൾ പിരിവ്. 20 വർഷത്തിന് മുമ്പ് കിട്ടുകയാണെങ്കിൽ അപ്പം നിർത്തും. അതൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അത് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ 100 കോടിക്ക് താഴെയുള്ള 2 ടോൾ നമ്മൾ പറഞ്ഞിട്ട് അവർ ഹൈവേ നിർത്തിയിട്ടുണ്ട്. പക്ഷെ 100 കോടി മുതൽ മുകളിലോട്ടുള്ളതൊന്നും അവർ നിർത്തുമില്ല. ദേശീയ നയമാണ് അവർ. ഫെബ്രുവരി 2 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന ബൈപ്പാസ് പ്രേമചന്ദ്രൻ MP ഇടപെട്ട് പ്രധാനമന്ത്രിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് മുൻകൈയെടുത്തുവെന്ന് ആരോപണമുയർന്നു. വിവാദം മാത്രമായിരുന്നു പ്രേമചന്ദ്രന്റെ സംഭാവനയെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. അതിനു പകരം ഇപ്പോൾ റെക്കോർഡ് വേഗതയിൽ പൂർത്തീകരിച്ച പണി നിർഭാഗ്യവശാൽ സ്ഥലം MP വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഉദ്ഘാടനം ഞങ്ങൾ വൈകിച്ചു. വേഗതയിൽ പണി പൂർത്തീകരിച്ചതിന് അദ്ദേഹത്തിന്റെ സംഭാവന കടുത്ത വിവാദത്തിന് നേതൃത്വം കൊടുത്തു. അതിനപ്പുറം ഒരു സംഭാവനയില്ല. പ്രേമചന്ദ്രൻ MPയുടെ ഇടപെടലിൽ കോൺഗ്രസിനുള്ളിലും കടുത്ത എതിർപ്പുണ്ടെങ്കിലും പരസ്യ വിമർശനം വേണ്ടെന്ന് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇടവേള. സിനിമയെ സ്നേഹിച്ച ലെനിൻ ആദരാഞ്ജലികൾ. സംവിധായകനും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനുമായിരുന്ന ലെനിൻ രാജേന്ദ്രന്റെ മൃതദേഹം ഇന്ന് വൈകിട്ട് വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തിക്കും. തുടർന്ന് പണ്ഡിറ്റ് കോളനിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ബുധനാഴ്ച രാവിലെ കലാഭവനിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം 2 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിക്കും. കോഴിക്കോട് മേപ്പയൂരിൽ CPIM നിർമ്മിച്ച 5 സ്നേഹ വീടുകളുടെ താക്കോൽദാനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിച്ചു. 6 മാസം കൊണ്ടാണ് നാട്ടുകാരുടെ സഹായവും പാർട്ടി പ്രവർത്തകരുടെ സേവനവും കൊണ്ട് വീട് നിർമ്മാണം പൂർത്തീകരിച്ചത്. മേപ്പയൂർ പ്രദേശത്തെ 5 നിർധന കുടുംബങ്ങൾക്കുള്ള വീടുകൾ സ്നേഹവീട് എന്ന പേരിലാണ് CPIM സമ്മാനിച്ചിരിക്കുന്നത്. CPIM സംസ്ഥാന സമ്മേളന തീരുമാനത്തിന്റെ ഭാഗമായാണ് മേപ്പയൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി ഒരേ സമയം 5 വീടുകൾ യാഥാർത്ഥ്യമാക്കിയത്. പുതിയ കേരളം സൃഷ്ടിക്കാൻ പല രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകുന്നില്ല. എന്നാലും സർക്കാർ അതിൽ നിന്ന് പിന്മാറില്ല. ജനപങ്കാളിത്തത്തോടെ സർക്കാർ പുതിയ കേരളത്തെ സൃഷ്ടിക്കും. ജനപങ്കാളിത്തത്തോടെ പുതിയ കേരളം സൃഷ്ടിക്കുന്നതിനുള്ള ഉദാഹരണം കൂടിയാണ് ഇത്തരമൊരു മുന്നേറ്റമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ജനപങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള വികസന പ്രവർത്തനം അത് ഏറ്റെടുക്കുക എന്നത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും ഒരു ആവശ്യമാണ്. ഈ ദൃഢനിശ്ചയത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ സഹകരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മേപ്പയൂർ ലോക്കൽ കമ്മിറ്റി
ഇവിടെ 5 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ ചുരുങ്ങിയ കാലം കൊണ്ട്, മാസങ്ങൾ കൊണ്ട് സാധിച്ചു എന്നുള്ളത്. ചിലർ നിരീശ്വരവാദികളാണ് കേരളം ഭരിക്കുന്നത് എന്ന പ്രചാരണം നടത്തുന്നു. ആരുടെയും വിശ്വാസവും അവിശ്വാസവും നോക്കിയല്ല പാർട്ടിയിൽ ചേർക്കുന്നത്. കേരളത്തിൽ കോലീബി സഖ്യം ഉണ്ടാക്കാനുള്ള അണിയറ നീക്കമാണ് നടക്കുന്നത് എന്നും കോടിയേരി പറഞ്ഞു. വിശ്വാസികളെ ചേർത്തുകൊണ്ട് മുസ്ലിം ലീഗും BJPയും കോൺഗ്രസും ചേർന്നൊരു കൂട്ടുകെട്ട് കേരളത്തിൽ രൂപപ്പെടുത്തിയെടുക്കാനാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? മുമ്പ് ഇവരിത് ചെയ്തിട്ടുണ്ട്. എപ്പോഴെല്ലാം കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മുന്നേറ്റം ഉണ്ടാകുന്നുണ്ടോ അത്തരം സന്ദർഭങ്ങളിലെല്ലാം ഇത്തരം മഹാസഖ്യങ്ങൾ ഉണ്ടാക്കാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ ശ്രമിച്ചിട്ടുണ്ട്. 5 വീടുകളുടെ താക്കോൽദാനമാണ് CPIM സംസ്ഥാന സെക്രട്ടറി നിർവഹിച്ചത്. മറ്റു പാർട്ടി വിട്ട് CPMൽ ചേർന്ന പ്രവർത്തകർക്കും ചടങ്ങിൽ സ്വീകരണം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പന്തളം നഗരസഭയിൽ LDF ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസം പരാജയപ്പെട്ടു. കോൺഗ്രസ് BJP സഹായത്തോടെ കൊണ്ടുവന്ന അവിശ്വാസമാണ് വേണ്ട ഭൂരിപക്ഷം ലഭിക്കാതെ പരാജയപ്പെട്ടത്. പന്തളം നഗരസഭാ അധ്യക്ഷ സതിയുടെ വാക്കുകളിലേക്ക്. ഏറിയിട്ട് 3 വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ 3 വർഷം നല്ല പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ ഫലമാണ് ഇന്ന് ഈ അവിശ്വാസം പാസ്സാകാതിരുന്നതിന്റെ. അതായത് ഇനിയും തുടർന്ന് ഉള്ള ദിവസങ്ങൾ വളരെ ആക്റ്റീവായിട്ട് നല്ല ആത്മാർത്ഥമായി വികസന പ്രവർത്തനത്തിൽ മുഖ്യ പങ്ക് വഹിക്കാൻ ഞാൻ എൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ഒന്നിച്ചു നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു എൻ്റെ സഹപ്രവർത്തകർക്ക്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഗീവർഗീസ് പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ്. ഗീവർഗീസ്, എന്താണ് സംഭവിച്ചത്? ജോർജ്, പന്തളം നഗരസഭയിൽ LDF ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് BJP സഹായത്തോടെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയമാണ് പരാജയപ്പെട്ടത്. ഇതിലൂടെ കോൺഗ്രസിന്റെയും BJPയുടെയും അവിശുദ്ധ കൂട്ടുകെട്ട് മറന്നേക്ക് പുറത്തു വന്നു എന്ന് വേണമെങ്കിലും നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. പന്തളം നഗരസഭ അധ്യക്ഷയായ TK സതിക്കെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസം വേണ്ടത്ര ഭൂരിപക്ഷം ലഭിക്കാതെയാണ് പരാജയപ്പെട്ടത്. അവിശ്വാസത്തെ അനുകൂലിച്ച് 16ഉം എതിർത്ത് 14 വോട്ടുകളാണ് ലഭിച്ചത്. ലഭിച്ച വോട്ടിന്റെ കണക്കിൽ അവിശ്വാസത്തെ അനുകൂലിച്ച് ഭൂരിപക്ഷം ലഭിച്ചതായി തോന്നുമെങ്കിലും 33 അംഗ നഗരസഭയിൽ അവിശ്വാസം വിജയിക്കണമെങ്കിൽ ചട്ടപ്രകാരം 17 വോട്ടുകളാണ് വേണ്ടത്. ഇതിൽ ഇവിടെ നഗരസഭയിൽ 14 LDF അംഗങ്ങളും UDFന്റെ 11 അംഗങ്ങളും BJPയുടെ 7 അംഗങ്ങളും SDPയുടെ 1 അംഗം ആണ് ഉള്ളത്. എന്നാൽ തിങ്കളാഴ്ച നടന്ന അവിശ്വാസ വോട്ടെടുപ്പിൽ രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെ 7 BJP അംഗങ്ങൾ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. SDPയുടെ ഏക പ്രതിനിധി നയം വ്യക്തമാക്കാതെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അതേസമയത്ത് UDF പക്ഷത്തുള്ള RSP-B പ്രതിനിധിയായ VS ശ്രീകുമാർ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് പങ്കെടുക്കുകയും എന്നാൽ വോട്ടെടുപ്പ് സമയത്ത് വിട്ടുനിൽക്കുകയും ചെയ്തതോടുകൂടി തന്നെയാണ്. കൂടാതെ മറ്റൊരു കോൺഗ്രസ് പ്രതിനിധിയായ ആനി ജോണിന്റെ വോട്ട് അസാധുവാക്കുകയും ചെയ്തതോടെ പ്രമേയത്തെ അനുകൂലിച്ചുള്ള വോട്ട് 16ആയി ചുരുങ്ങി. അതുകൊണ്ടാണ് ഈ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടത്. ജോർജ്, വ്യക്തമാണ്. പന്തളം നഗരസഭയിൽ LDF ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസം പരാജയപ്പെട്ടു. വിവരങ്ങളാണ് ഗീവർഗീസ് നൽകിയത്.